ശ്രീ വി ടി ബൽറാം. സർ, ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി പാലിച്ചുകൊണ്ടുള്ള ഒരു പുതിയ പ്രവർത്തന ശൈലിയുമായി നമ്മുടെ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർ, തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിലൂടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്ന് കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കും എന്നുള്ളതായിരുന്നു. സർ, അത് സമയബന്ധിതമായി നടപ്പാക്കാൻ വേണ്ടിയുള്ള ദ്രുതഗതിയിലുള്ള നടപടികളുമായി KSRTCയും ഗവൺമെൻറ്റും മുന്നോട്ട് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് പ്രവൃത്തി പദത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. സർ, ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശം അല്ലെങ്കിൽ ഒരു ആനുകൂല്യം അത് കേരളത്തിലെ സ്ത്രീകൾക്ക് മുഴുവനായി ലഭ്യമാവണം എന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ അത് കേരളത്തിലെ എല്ലാ മേഖലയിലുമുള്ള സ്ത്രീകൾക്ക് ഒരുപോലെ പ്രയോജനപ്പെടുത്താൻ സാധിക്കണം. സർ, അതിനായി ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം KSRTC എന്ന് പറയുന്ന നമ്മുടെ പൊതുഗതാഗത സംവിധാനത്തിന് കേരളത്തിലെ 14 ജില്ലകളിലും എല്ലാ പ്രദേശങ്ങളിലും സമാനമായ രീതിയിലുള്ള കവറേജും ആ നിലയിലുള്ള സാന്നിധ്യവും ഉണ്ടാകുക എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. സർ, പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള വടക്കൻ ജില്ലകൾ, മലബാർ ജില്ലകൾ എന്ന് നമ്മൾ പറയുന്ന ജില്ലകൾ പല കാര്യങ്ങളിലും സംസ്ഥാന ശരാശരിയേക്കാൾ കുറഞ്ഞ വികസന അനുഭവങ്ങൾ ഉള്ള ജില്ലകളാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. സർ, കഴിഞ്ഞ 10 വർഷമായി വടക്കൻ ജില്ലകളിൽ നിന്നാണ് കേരളത്തിൻ്റെ ഭരണ നേതൃത്വം ഉണ്ടാകുന്നത്. പക്ഷെ എന്നാൽ പോലും ഈ റീജിയണൽ ഇംബാലൻസ് ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പൊതുഗതാഗത സംവിധാനങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല സർ, എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. സർക്കാർ ഓഫീസുകളുടെ സാന്നിധ്യം എടുത്തു നോക്കിയാൽ, ആശുപത്രികളുടെ എണ്ണം എടുത്തു നോക്കിയാൽ, ഹയർ സെക്കൻഡറിയുടെ സീറ്റുകളുടെ എണ്ണം എടുത്തു നോക്കിയാൽ, നമ്മുടെ PWD റോഡുകളുടെ ലെങ്ത് എടുത്തു നോക്കിയാൽ, ആ റോഡുകളിൽ എത്ര എണ്ണം BMNBC ചെയ്ത് ഉന്നത നിലവാരത്തിലെത്തിയിട്ടുണ്ട് എന്ന് എടുത്തു നോക്കിയാൽ, ഇതിലൊക്കെ കേരളത്തിലെ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളും പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള വടക്കൻ ജില്ലകളും തമ്മിൽ വലിയൊരു അന്തരം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സർ, കേരള പിറവിക്ക് ശേഷം 10-65 വർഷം കഴിഞ്ഞിട്ടും ഈ റീജിയണൽ ഇംബാലൻസ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് അതീവ ഗുരുതരമായിട്ടൊരു ജനാധിപത്യ പ്രശ്നമായി തന്നെ നമുക്ക് കാണാൻ കഴിയേണ്ടതായിട്ടുണ്ട്. സർ, KSRTCയുടെ തന്നെ കാര്യം എടുത്തു നോക്കിയാൽ KSRTCക്ക് 28 ഡിപ്പോകൾ കേരളത്തിലുള്ളതിൽ വടക്കൻ ജില്ലകളിൽ പാലക്കാട് മുതൽ കാസർഗോഡ് വരെ വെറും 5 ഡിപ്പോകളാണുള്ളത്. സർ, സബ് ഡിപ്പോകൾ 41 എണ്ണമാണ് KSRTCക്ക് ഉള്ളത്. എന്നാൽ വടക്കൻ ജില്ലകളിലുള്ളത് വെറും 8 എണ്ണം മാത്രമാണ്. ബാക്കി 33 എണ്ണവും 7 ജില്ലകളിലാണ്. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ 8 എണ്ണം മാത്രമാണുള്ളത്. സർ, ഓപ്പറേറ്റിംഗ് സെന്ററുകൾ KSRTCക്ക് 18 എണ്ണമാണ് ആകെയുള്ളത്. അതിൽ വെറും 4 എണ്ണം മാത്രമാണ് ഈ വടക്കൻ ജില്ലകളിലുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ അടിയന്തരമായ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വടക്കൻ ജില്ലകളിലേക്ക് കൂടുതൽ KSRTC ഡിപ്പോകൾ അനുവദിക്കണം. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന MLA മാർ സാധാരണഗതിയിൽ 1-2 ബസ് ഷെഡ്യൂളുകൾക്ക് വേണ്ടി ആവശ്യമുന്നയിക്കാറുണ്ട്. സർ, അത് പോരാ. വടക്കൻ ജില്ലകളിൽ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ കൂടുതൽ ഡിപ്പോകൾ അനുവദിക്കണം. അവിടെ നിന്ന് കൂടുതൽ ഷെഡ്യൂളുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കണം. ഗ്രാമങ്ങളിലേക്ക് KSRTC കടന്നു ചെല്ലണം. അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾക്ക് ആ KSRTCയിലെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വനിതകൾക്ക് ദിവസവും ജോലിക്ക് പോകാനും വരാനും കഴിയുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടാവണം. സർ, ഇത് അടിയന്തരമായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടണമെന്ന് ഈ സഭയുടെ മുമ്പാകെ ഞാൻ ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഇക്കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ധാരണയുള്ള ആളാണ്. അദ്ദേഹം ഒരു പ്ലാനിംഗ് വിദഗ്ധൻ കൂടിയാണ്. ഇത്തരത്തിൽ അസന്തുലിതാവസ്ഥ നിലനിന്നാലുള്ള ദൂരവ്യാപകമായിട്ടുള്ള ഭവിഷ്യത്തുകൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്ന ആളാണ്. സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിക്ക് അടക്കം ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാവും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമായ ഇന്ദിരാ ഗ്യാരണ്ടിയിലൂടെയുള്ള സൗജന്യ ബസ് യാത്ര എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും പ്രയോജനകരമാകുന്ന തരത്തിൽ KSRTC കൂടുതൽ വടക്കൻ ജില്ലകളിലേക്ക് കടന്നു ചെല്ലണം. അവിടെ സാന്നിധ്യം ഉറപ്പിക്കണം. കൂടുതൽ ഷെഡ്യൂളുകൾ ഓപ്പറേറ്റ് ചെയ്യണം. കൂടുതൽ ഡിപ്പോകളും സബ് ഡിപ്പോകളും ഓപ്പറേറ്റിംഗ് സെന്ററുകളും ആ പ്രദേശങ്ങളിൽ ഉണ്ടാവണം എന്നുള്ളത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സർ, എന്റെ നിയോജക മണ്ഡലമായ തൃത്താല അടക്കം വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്.
അവിടെ ഒരു ഇത്തരത്തിലുള്ള സബ് ഡിപ്പോയോ അനുവദിക്കുകയാണെങ്കിൽ ഒരുപാട് ഷെഡ്യൂളുകൾ ആ നിലയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് അടക്കം നിരവധി യാത്രികർ പോകുന്നുണ്ട്. അവർക്കൊന്നും ഗതാഗത സംവിധാനമില്ല. അതുകൊണ്ട് 1-2 ബസ് റൂട്ടുകൾ പോരാ. അവിടെ അടക്കം തൃത്താലയടക്കം പട്ടാമ്പി പോലുള്ള സ്ഥലങ്ങളടക്കം പരിഗണിച്ചുകൊണ്ട് പാലക്കാട് ജില്ലയ്ക്ക് പ്രത്യേകമായിട്ടുള്ള പരിഗണന കൂടി നൽകിക്കൊണ്ട് കൂടുതൽ KSRTC ഡിപ്പോകൾ അനുവദിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ അനിവാര്യതയിലേക്കാണ് എനിക്ക് ഈ സഭയുടെ ശ്രദ്ധ ക്ഷണിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അക്കാര്യത്തിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം അടിയന്തരമായി കൈക്കൊള്ളണം എന്നുള്ള അഭ്യർത്ഥന കൂടി ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ് സർ.